എൻ്റെ പേര് തോമസ് വർഗീസ്. തിരുവല്ലയ്ക്കടുത്ത് കുറിയന്നൂർ എന്ന് പറയുന്ന ചെറിയ ഗ്രാമത്തിലെ ഒരു ക്രിസ്തീയ ഭവനത്തിൽ ജനിച്ച് വളരുവാൻ തക്കോണം കർത്താവ് എൻ്റെ ജീവിതത്തിൽ ഭാഗ്യം നൽകി തന്നു. ഇപ്പോൾ ഞങ്ങൾ കാനഡയുടെ എന്ന് പറയുന്ന രാജ്യത്ത് ആൽബർട്ട സംസ്ഥാനത്ത് എഡ്മണ്ടൺ എന്ന് പറയുന്ന സിറ്റിയിൽ താമസിക്കുന്നു. കഴിഞ്ഞ 18 വർഷമായി കുടുംബമായി അവിടെ കർത്താവ് അടിയങ്ങളെ അത്ഭുതകരമായി പരിപാലിക്കുന്നു. യഹോവ നല്ലവനെന്ന് രുചിച്ചറിയുവാൻ അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. എൻ്റെ എല്ലാ വഴികളിലും എന്നെ കാക്കേണ്ടതിന് അവൻ എന്നെക്കുറിച്ച് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. എൻ്റെ കാലുകളിൽ തട്ടിപ്പോകാതിരിക്കേണ്ടതിന് അവർ എന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. അതുകൊണ്ട് ഭൂമി മാറിപ്പോയാലും പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യേ വീണാലും അതിലെ വെള്ളം ഇരച്ച് ഇളങ്ങിയാലും അതിൻ്റെ കോപം കൊണ്ട് പർവ്വതങ്ങൾ കുലുങ്ങിയാലും എനിക്ക് ഭയപ്പെടുവാനില്ല. ഇതൊക്കെ അത്യുച്ചത്തിൽ പറയുവാൻ തക്കണം എൻ്റെ ജീവിതത്തിൽ ഒരു വലിയ അത്ഭുതം ചെയ്തു. 2008 ജൂലൈ 9 ഞങ്ങൾ സിയാറ്റിൽ നിന്ന് വാൻകൂവർ വഴി ഞങ്ങളുടെ പട്ടണത്തിലേക്ക് മടങ്ങി വരികയാണ്. ഒരു വശത്ത് 1500 കിലോമീറ്റർ ദീർഘമുള്ള 14 മണിക്കൂർ എടുക്കുന്ന യാത്ര. എല്ലാ വർഷവും ചെയ്യുന്നത് പോലെ അവധിക്കാലത്ത് അമേരിക്കയിലെ ഏതെങ്കിലും പട്ടണത്തിലേക്ക് ദീർഘദൂരം വണ്ടി ഓടിച്ചു പോകുന്ന പതിവുണ്ടായിരുന്നു. ആ വർഷം ഞങ്ങൾ സിയാറ്റിൽ നിന്ന് മടങ്ങി വരികയാണ്. എന്നോടൊപ്പം എൻ്റെ കുടുംബം ലീലയും ജീനായും ഗ്രേസും എൻ്റെ 2 പെൺമക്കളും. മൂത്ത മകൻ ഡേവിഡ് അന്ന് ദുബായിലാണ് ജോലി ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങൾ 4 പേര് കുടുംബമായി മടങ്ങി വരുമ്പോൾ വളരെ സാധാരണമായ ഒരു ദിവസം എന്ന് തോന്നത്തക്കോണം ആദ്യത്തെ 5 മണിക്കൂർ ഞാൻ വണ്ടി ഓടിച്ചു. എന്നാൽ ദൈവം അതൊരു വലിയ അസാധാരണ ദിവസമാക്കി മാറ്റുവാൻ പോവുകയായിരുന്നു. എൻ്റെ ജീവിതത്തിൽ, എൻ്റെ കുടുംബത്തിൻ്റെ ജീവിതത്തിൽ, എന്നെ അടുത്തറിയാവുന്നവർക്കുടെയൊക്കെയും ജീവിതത്തിൽ ഒരു വലിയ ദിവസമാക്കി മാറ്റുകയായിരുന്നു. ഞങ്ങൾ വീടിനോട് 14 മണിക്കൂർ കഴിഞ്ഞ് വീടിനോട് 5 മിനിറ്റ് ദൂരത്തിൽ വരുമ്പോൾ വണ്ടിക്കകത്ത് സാധാരണഗതിയിൽ സംസാരിച്ചു കൊണ്ടിരുന്ന എൻ്റെ ശരീരത്തിൽ നിന്ന് ജീവൻ വിട്ടുപോയിട്ട് ഞാൻ മരിച്ച അവസ്ഥയിലേക്ക് മാറ്റപ്പെട്ടു. എന്നാൽ അങ്ങനെ എൻ്റെ ഹൃദയം നിന്നു പോകുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നതിന് മുമ്പ് 1 മിനിറ്റോ അതിൽ കുറച്ചോ സമയത്തേക്ക് ഞാൻ അബോധാവസ്ഥയിലായി, ഒന്നും അറിയാത്തവനായി തീർന്നിട്ട് ആ സമയത്ത് ഞാൻ അറിയാതെ ചെറിയ സ്വരത്തിൽ പറഞ്ഞു, എൻ്റെ കർത്താവേ, എൻ്റെ കർത്താവേ എന്ന്. ഞാൻ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞുവെന്ന് എൻ്റെ മകൾക്ക് സംശയം തോന്നിയപ്പോൾ അവിടെ ഇരുന്ന് വിളിച്ചു ചോദിച്ചു, അച്ചാച്ചനെ. അപ്പോൾ ഞാൻ അനങ്ങുന്നില്ല. അപ്പോൾ അവൾ ഓടി വന്ന് എൻ്റെ പൾസ് നോക്കിയപ്പോൾ എനിക്ക് പൾസില്ല. എൻ്റെ ഹൃദയം നിന്നു, ശ്വാസോച്ഛ്വാസവും നിന്നു കഴിഞ്ഞു. അപ്പോൾ പെട്ടെന്ന് അവൾ പറഞ്ഞു, ഗ്രേസിനോട് പറഞ്ഞു, അവളാണ് വണ്ടി ഓടിക്കുന്നത്, വണ്ടി നിർത്ത്, സഹായത്തിനായി അലറി വിളിക്കണം, 911 വിളിക്കണം, ആംബുലൻസുകാർ വരുവാൻ തക്കോണം. ഇതെല്ലാം പെട്ടെന്ന് അവൾ വണ്ടി ചവിട്ടി നിർത്തി. വണ്ടി ചവിട്ടി നിർത്തിയതിൻ്റെ വലത്ത് ഭാഗത്ത് ഒരു ഫുട്ബോൾ കളിക്കുവാനുള്ള ഗ്രൗണ്ടാണ്. ഒത്തിരി സ്ഥലങ്ങളുണ്ട് അവിടെ ഫുട്ബോൾ കളിക്കുവാൻ തക്കോണം. ആ ഗ്രൗണ്ടിലേക്ക് കയറുവാനും ഇറങ്ങുവാനുമായി സ്ക്വയർ കട്ടുകൾ ചെയിൻ ഫെൻസിലിട്ടിട്ടുണ്ട്. അതിൻ്റെ 2ാമത്തെ സ്ക്വയർ കട്ടിൻ്റെ ഒത്ത നടുക്ക് ഈ വണ്ടി വന്നു നിന്നു. പെട്ടെന്ന് എൻ്റെ മകളെ ഇതെല്ലാം ചെയ്തപ്പോൾ സഹായിക്കണേ എന്ന് കരഞ്ഞ് അലറി വിളിച്ചപ്പോൾ എവിടെ നിന്നറിയാതെ 15 സ്ത്രീകൾ ആ വണ്ടിക്ക് ചുറ്റും വന്ന് നിൽക്കുന്ന അത്ഭുത കാഴ്ച കാണുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. ഞാനിതൊന്നും അറിയുന്നില്ല. എൻ്റെ കുഞ്ഞുങ്ങൾക്ക്, കുടുംബത്തിന് ഈ സ്ത്രീകൾ എവിടെ നിന്ന് വന്നുവെന്ന്, പെട്ടെന്ന് എങ്ങനെ പ്രത്യക്ഷപ്പെട്ടു എന്ന് അറിഞ്ഞുകൂടാ. എൻ്റെ പ്രിയപ്പെട്ട ഭാര്യ ലീല വണ്ടിക്കകത്ത് ഫ്രോസനായി ഇരിപ്പുണ്ട്. അപ്പോൾ പെട്ടെന്ന് അതിൽ ഒരാൾ കേട്ടിട്ട് അവരെ പറഞ്ഞു, അവർക്കറിയാം എന്താണ് ഈ സാഹചര്യത്തിൽ ചെയ്യേണ്ടതായിട്ടുള്ളത്. അതിൽ മിഷാൽ മക്മോറൻ എന്ന് പറയുന്ന സ്ത്രീ വണ്ടിക്കകത്തേക്ക് ചാടിക്കയറിയിട്ട് അവർ എൻ്റെ ശരീരം സീറ്റ് ബെൽറ്റ് വിടുവിച്ച് എടുത്ത് താഴെ നിന്നവർക്ക് കൊടുത്തിട്ട് അവരത് സിമെൻറ്റ് ബ്ലോക്കിലോട്ട് ഇട്ട് പെട്ടെന്ന് മിഷാൽ എനിക്ക് റിസാസിറ്റേഷൻ തരുവാൻ തക്കവണ്ണം തുടങ്ങി. അത് കഴിഞ്ഞ് അപ്പോഴത്തേന് പെട്ടെന്ന് തന്നെ എറിൻ ഫിൻലെ എന്ന് പറയുന്ന സ്ത്രീ എനിക്ക് കംപ്രഷൻ തരുവാൻ തക്കവണ്ണം തുടങ്ങി. അടുത്ത 12 മിനിറ്റിൽ കൂടുതൽ ഈ സ്ത്രീകൾ എൻ്റെ ശരീരത്തിൽ യാതൊരു ജീവൻ്റെ ഒരു ചലനവുമില്ല, മരിച്ച അവസ്ഥയിൽ എന്ന് മിഷാൽ തന്നെ കൺഫേം ചെയ്യുന്ന അവസ്ഥയിൽ ഞാൻ മടങ്ങി വന്നില്ല. എന്നാൽ ഈ സ്ത്രീകൾ തുടർച്ചയായി നിർത്താതെ
12 മിനിറ്റിൽ കൂടുതൽ എനിക്ക് CPR തന്നുകൊണ്ടേയിരുന്നു. അപ്പോഴേക്ക് ആംബുലൻസുകാർ വന്ന് എന്നെ എടുത്ത് ആംബുലൻസിനകത്തേക്ക് കൊണ്ടുപോയി. ആംബുലൻസിനകത്ത് കൊണ്ടുചെന്ന് അവരെന്നെ ഷോക്ക് ചെയ്യുവാൻ തക്കൊണ്ട് തുടങ്ങി. എത്രയെന്ന് എനിക്കറിഞ്ഞുകൂടാ. ഷോക്ക് കഴിഞ്ഞപ്പോൾ ഞാൻ ഉണർന്നു. എന്നോട് അവർ പേര് ചോദിച്ചു, എവിടെ നിന്നാണ് വരുന്നത്, എൻ്റെ ജനനത്തീയതി, എവിടേക്ക് പോകുന്നു, ഇതെല്ലാം ഞാൻ കൃത്യമായി മറുപടി പറഞ്ഞു. എന്നാൽ ആ ഉണർന്നു വന്ന ഭീകരമായ അവസ്ഥ എനിക്ക് ഒരിക്കലും മറക്കുവാൻ തക്കണം കഴിയത്തില്ല. എൻ്റെ മുഖത്തേക്ക് വലിയ ലൈറ്റുകൾ പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നു. ചുറ്റും ആൾക്കാർ വളരെ പാനിക്കായി നടക്കുന്നു. പുറത്ത് വലിയ ശബ്ദം, കരച്ചിൽ, വലിയ ഉച്ചത്തിലുള്ള സംസാരം, ഇതൊക്കെ കേട്ടുകൊണ്ടാണ് ഞാൻ ഞെട്ടി ഉണർന്നു വന്നത്. എൻ്റെ ജീവിതത്തിലായി ഇത് നടക്കുന്നതായ സമയത്ത് ഞങ്ങൾ കൂടി നടക്കുന്ന ഒരു മലയാളം ചർച്ചുണ്ട് ഞങ്ങളുടെ പട്ടണത്തിൽ. അവിടെ ഫാസ്റ്റിംഗ് പ്രെയർ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് ആ സമയത്ത് 7:20 സംഭവിച്ചു. അവരുടെ പ്രെയർ തുടങ്ങുന്നത് 7 മണിക്കാണ്. പെട്ടെന്ന് അവർക്ക് ഒരു പരിശുദ്ധാത്മാവ് ഒരു ഹേമം നൽകിക്കൊടുത്തു. റിസ്റ്റോർ ഹിം എന്ന് ഉറക്കെ പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം അവർക്ക് ഒരു പ്രേരണ നൽകിക്കൊടുത്തു. അവരെല്ലാവരും കൂടി ഇയാളെ പരിപാലിക്കണേ എന്ന് ഇംഗ്ലീഷിൽ പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം തുടങ്ങി. അവരറിയാതെ അവരെനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു. ആംബുലൻസുകാരെ എന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ആശുപത്രിയിൽ ചെന്ന് 8 മണി അടുപ്പിച്ച് ആശുപത്രിയിൽ ചെന്ന് 8:30 ആയപ്പോഴേക്ക് എനിക്ക് മനസ്സിലായി ഞാൻ മരിച്ചു പോകുമെന്നുള്ള അവസ്ഥ എൻ്റെ ശരീരത്തിൽ ഫീൽ ചെയ്തു. തലച്ചോറും നെഞ്ചിനകത്തും എല്ലാം പൊട്ടിപ്പോകുന്നത് പോലെ പ്രഷർ അനുഭവപ്പെട്ടിട്ട് ഞാൻ പെട്ടെന്ന് മരിക്കുമെന്ന് മനസ്സിലായപ്പോൾ ഞാനൊരു തീരുമാനമെടുത്തു. അലറി കരയട്ടോ, കിടന്ന് വിറയ്ക്കട്ടോ, എന്ത് ചെയ്യണമെന്നറിയത്തില്ല. എന്നാൽ എനിക്ക് തന്നെ ഒരു തോന്നൽ വന്നു, ഇങ്ങനെ ഒന്നും ചെയ്യുന്നതുകൊണ്ട് ഒരു പ്രയോജനവുമില്ലല്ലോ. അതുകൊണ്ട് കണ്ണു തുറന്നിരുന്ന ഈ മരണത്തെ കാണാമെന്ന് കരുതി സമയത്ത് ഞാൻ എൻ്റെ ചെവിയിലെ ഇംഗ്ലീഷ് ഭാഷയിൽ ഒരാൾ എന്നോട് സംസാരിക്കുന്നത് കേൾക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. ആ വ്യക്തി എന്നോട് പറഞ്ഞു, യു വെയിറ്റ് ആൻഡ് വാച്ച് വാട്ട് ഗോഡ് ഈസ് ഗോയിങ് ടു ഡു ഇൻ യുവർ ലൈഫ് ടുഡേ. നീ ശ്രദ്ധിച്ചു നോക്കിക്കോളൂ, ദൈവം ഇന്ന് നിൻ്റെ ജീവിതത്തിൽ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന്. അത് ഞാൻ മരണമായിട്ടാണ് വ്യാഖ്യാനിച്ചത്. അങ്ങനെ മരിക്കുവാനായി കിടക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരാരെങ്കിലും കടന്നു വരുമെന്ന് കരുതി കണ്ണു തുറന്നിരിക്കുമ്പോൾ പെട്ടെന്ന് എനിക്ക് ഉണർന്നിരിക്കുമ്പോഴുള്ള ആദ്യത്തെ ഷോക്ക് കിട്ടി. വളരെ കഠിനമായി അനുഭവപ്പെട്ട ഷോക്കിൽ എൻ്റെ ശരീരം മേളിലേക്ക് പൊങ്ങിയിട്ട് താഴേക്ക് വീണു. അങ്ങനെ 4 തവണ ഞാൻ ഷോക്ക് എണ്ണി. അടുത്തിരുന്ന ആ വ്യക്തിയോട് ഞാൻ കയ്യെ പിടിച്ച് വലിച്ചിട്ട് ചോദിച്ചു, എന്താ ചെയ്യുന്നത്? അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതാണ് ഷോക്കെന്ന്. അപ്പോൾ എനിക്ക് മനസ്സിലായി അവരുടെ കയ്യിലുള്ള അവസാനത്തെ കാര്യങ്ങളൊക്കെ അവർ ചെയ്യുകയാണെന്ന്. അത് കഴിഞ്ഞപ്പോഴേക്ക് ഞാൻ മയങ്ങിപ്പോയി. എൻ്റെ ശരീരത്തിൻ്റെ എല്ലാ പ്രവർത്തനവും യന്ത്രങ്ങളിലേക്ക് മാറ്റി കഴിഞ്ഞപ്പോൾ ഞാൻ കഠിനമായ സെഡേഷനിലേക്ക് കടന്നുപോയി. കൃത്രിമ ശ്വാസോച്ഛ്വാസത്തിൽ ശരീരത്തിൻ്റെ മറ്റെല്ലാ പ്രവർത്തനങ്ങളും യന്ത്രസഹായത്താൽ ചെയ്ത് അങ്ങനെ ശനിയാഴ്ച ഉച്ചവരെ എന്നെ കിടത്തി. ഡോക്ടേഴ്സ് എൻ്റെ കുടുംബത്തിന് 48 മണിക്കൂറാണ് പറഞ്ഞത്. തീരെ ആശയില്ലാത്ത അവസ്ഥയിൽ 48 മണിക്കൂർ എൻ്റെ കുടുംബത്തിന് സങ്കടപ്പെടുവാനും കരയുവാനും പ്രാർത്ഥിക്കുവാനും ഒക്കെയായി ഒരു പ്രത്യേക മുറി അവർ നൽകിക്കൊടുത്തു. അവിടെ എൻ്റെ കുടുംബം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ കൂട്ടുകാരൊക്കെ അവിടെ വന്നിരുന്നു. അവരൊക്കെ എൻ്റെ കുടുംബത്തോടൊപ്പം ആ രാത്രിയും അടുത്ത രാത്രിയും ഒക്കെ ചെലവഴിച്ചു ഉറങ്ങാതെ. ഇപ്പോഴൊക്കെ എൻ്റെ തലച്ചോറിലേക്ക് ഒരല്പം ബുദ്ധി കടന്നു വന്നപ്പോൾ ഈ ദീർഘമായ മണിക്കൂറുകൾക്കിടയിൽ എത്ര തവണയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ കടന്നു വന്നപ്പോൾ ഒരു തവണ എന്നോട് ഒരു വ്യക്തി പറഞ്ഞു, യു പ്രേ, നീ പ്രാർത്ഥിക്കുക. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ പ്രാർത്ഥിക്കേണ്ടത്? നിന്നെ യേശുക്രിസ്തുവിൻ്റെ രക്തത്തിൽ കഴുകുവാൻ തക്കോണം പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ എത്ര തവണയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഒരല്പം ബുദ്ധി എൻ്റെ തലച്ചോറിൽ കടന്നു വന്നപ്പോഴൊക്കെ ഞാൻ പ്രാർത്ഥിച്ചു, എൻ്റെ കർത്താവേ, എന്നെ ഉച്ചി മുതൽ ഉള്ളങ്കാര് വരെ കഴുകണേ, യേശുക്രിസ്തു രക്തത്തിൽ കഴുകണേ എന്ന് പറഞ്ഞു. ആ സമയങ്ങളിലൊക്കെ ലീല എൻ്റെ മുറിയുടെ കണ്ണാടിച്ചില്ലിനകത്തൂടി വന്ന് ഇങ്ങനെ നോക്കും. കുറേ നാളുകൾക്ക് ശേഷം ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവളോട് ചോദിച്ചു, നിൻ്റെ ഹൃദയത്തിലൂടെ ചിന്തയിലൂടെ കടന്നുപോയത് എന്താണ്? അപ്പോൾ അവൾ എന്നോട് പറഞ്ഞു, എൻ്റെ ഭർത്താവ്, ഞാൻ അവളെ ഒരിക്കൽ കൂടി കണ്ണു തുറന്ന് മനസ്സിലാകുന്നു എന്നുള്ള ഭാഷയിലുള്ള കണ്ണിലേക്ക് നോക്കി ഒന്നുകൂടി പുഞ്ചിരിച്ചിരുന്നുവെങ്കിൽ അത് മാത്രമായിരുന്നു അവളുടെ ആശ. എന്നാൽ കർത്താവിൽ അവൾക്ക് വലിയൊരു വിശ്വാസമുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ 14 മണിക്കൂർ യാത്രയിൽ ആകസ്മികമായി അല്ലല്ലോ ഈ സ്ത്രീകളുടെ മുമ്പിൽ ഇങ്ങനെ വന്നു പെട്ടത്.
ആകസ്മികമായല്ലോ ആ സ്പോട്ട് ഇത് സംഭവിപ്പാൻ തക്കണം ഇടയായിത്തീർന്നത്. അത് അവൾക്കൊരു ബലം നൽകി കൊടുത്തു. ഒരു സമയത്ത് ആ ദീർഘമായ മണിക്കൂർ ഞാൻ ഹോസ്പിറ്റലിൻ്റെ കിടക്കയിൽ കിടക്കുമ്പോൾ, വളരെ ഡീപ്പായി ബോധം നഷ്ടപ്പെട്ട് കിടക്കുമ്പോൾ, ഞാൻ ഒരിക്കലൊരു കാഴ്ച കണ്ടു. എൻ്റെ കുടുംബത്തോടൊപ്പം, എന്നെ ചികിത്സിക്കുന്ന വൈദ്യന്മാരോടൊപ്പം ഞാനും അവരോട് ചേർന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുക. എനിക്ക് സംഭവിച്ച കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. അവരും പറയുന്നത്, ഞാൻ അതിൽ പങ്കുചേരുകയും ചെയ്യുന്നത് ഈ സംഭവിച്ച കാര്യങ്ങൾ തന്നെയാണ്. അങ്ങനെ കുറേ സംസാരിച്ചു കഴിഞ്ഞ് ഞാൻ നോക്കുമ്പോൾ ഞാനാണല്ലോ ആ കട്ടിലിൽ കിടക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. പെട്ടെന്ന് ഞാൻ ആ ശരീരത്തിലേക്ക് മടങ്ങിപ്പോയി. വേറെ ഒരവസ്ഥയിലും ഈ ദീർഘമായ മണിക്കൂറിനിടയിൽ അങ്ങനെ തന്നെ ഒരു അനുഭവം ഉണ്ടായി. ഈ ദീർഘ മണിക്കൂറുകൾ ഞാൻ മയങ്ങിക്കിടന്നപ്പോൾ ഞാനൊരു പ്രത്യേക ശബ്ദം കേൾക്കുവാൻ തക്കോണം ഇടയായിത്തീർന്നു. എപ്പോഴൊക്കെയോ എൻ്റെ തലച്ചോറിലേക്ക് ഒരല്പം ബുദ്ധിയുടെ കടന്നു വരുമ്പോൾ ഒരാ വ്യക്തി എന്നോട് പറഞ്ഞു, നീ പ്രാർത്ഥിക്കുക, യു പ്രേ. അപ്പോൾ ഞാൻ ആ വ്യക്തിയോട് ചോദിച്ചു, ഞാൻ എന്താണ് പ്രാർത്ഥിക്കേണ്ടത്? ആ വ്യക്തി എന്നോട് പറഞ്ഞു, നിന്നെ യേശു ക്രിസ്തുവിൻ്റെ രക്തത്തിൽ ഉച്ചി മുതൽ ഉള്ളങ്കാൽ വരെ കഴുകാൻ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ അപ്പോഴ് പ്രാർത്ഥിച്ചു. എത്ര തവണ പ്രാർത്ഥിച്ചു എന്ന് എനിക്കറിഞ്ഞുകൂടാ. എന്നാൽ അങ്ങനെ പ്രാർത്ഥിച്ച് 1-2 വാക്കുകൾ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ വീണ്ടും ഞാൻ വളരെ ഡീപ്പായ സെഡേഷനിലേക്ക് കടന്നു പോവുകയാണ്. അങ്ങനെ ഞാൻ ഇരുന്നപ്പോൾ ഇവരെന്നെ ഉണർത്തുമെന്ന് എൻ്റെ കുടുംബത്തോട് പറഞ്ഞു. ആർക്കും അറിഞ്ഞുകൂടാ ഞാൻ ഏത് കണ്ടീഷനിൽ ഉണർന്നു വരും. എനിക്ക് ഓക്സിജൻ ഒത്തിരി സമയത്തേക്ക് നഷ്ടപ്പെട്ടിരിക്കാം. അങ്ങനെയെങ്കിൽ തലച്ചോറിൻ്റെ പ്രവർത്തനം കുറേ ഭാഗം നഷ്ടപ്പെട്ട് കാണും. ശരീരം തന്നെ തളർന്നിട്ടുണ്ടോ ഒന്നും അറിയത്തില്ല. ഞാൻ ഉണരുമോ എന്ന് തന്നെ അറിയത്തില്ല. ശനിയാഴ്ച ഉച്ചയ്ക്ക് എന്നെ ഉണർത്തി വരികയാണ്. അതിനു മുമ്പ് ദൈവം എന്നോടൊരു കാര്യം പറഞ്ഞു, നിന്നെ സ്വർഗത്തിലിടാനൊക്കത്തില്ല. ഞാൻ ചോദിച്ചു, എന്താ എന്നെ സ്വർഗത്തിലിടാൻ പറ്റാത്തത്? അപ്പോഴാണ് കർത്താവ് എന്നോട് പറഞ്ഞത്, നീ ഒത്തിരി പേരോട് നിരപ്പ് പ്രാപിക്കാനുണ്ട്, നീ ക്ഷമിക്കാനുണ്ട്, അവരോട് ക്ഷമ ചോദിക്കുവാനായിട്ടുണ്ട്. അതെൻ്റെ ജീവിതത്തിൽ ഒരു വലിയ പാഠമായിരുന്നു. അങ്ങനെ ക്ഷമ ചോദിക്കേണ്ടവരെ, ക്ഷമിക്കുവാനുള്ളവരെ, അവരുടെ ഒരു നീണ്ട പട്ടിക ഞാൻ തയ്യാറാക്കിയിട്ടാണ് ആശുപത്രിയിൽ നിന്ന് വിട്ടത്. ഉണർന്നു വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ കണ്ണ് ചൊവ്വിന് തുറക്കുവാൻ തക്കവണ്ണം കഴിയത്തില്ല. കണ്ണ് പകുതി അടഞ്ഞിരിക്കുകയാണ്. എല്ലാവരെയും അര മുതൽ താഴോട്ട് കാണാം. അന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് ഞാനൊന്ന് മയങ്ങിയിട്ട് ഉണർന്നപ്പോൾ എൻ്റെ മകള് ജീന ആ മുറിയിലുണ്ട്. ഞാൻ ഉണർന്നു വരുമ്പോൾ ഞാൻ കണ്ടു വെള്ളക്കോട്ടിട്ട ഒരു വ്യക്തി ആ മുറിയിൽ നിന്ന് ഇറങ്ങി ഓടിപ്പോകുന്നു. അപ്പോൾ ഞാൻ എൻ്റെ മോളോട് ചോദിച്ചു, അതാരാ? അപ്പോഴാണ് അവൾ പറഞ്ഞത്, അച്ചാച്ചനെ ഈ മുറിയിൽ ആരുമില്ല, നമ്മൾ 2 മാത്രമേ ഉള്ളൂ. അന്ന് രാത്രി ഞാനൊരു സ്വപ്നം ഏകദേശം 2 മണിയായപ്പോൾ കണ്ടു. എൻ്റെ കട്ടിലിനടുത്ത് വെള്ളക്കോട്ടിട്ട ഒരു വ്യക്തി നിൽക്കുന്നു. ആ വ്യക്തിയുടെ മുഖം എനിക്ക് കാണുവാൻ തക്കണം കഴിഞ്ഞില്ല. എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഗത്ത് വലിയ വേദന എനിക്ക് അനുഭവപ്പെട്ടിട്ട് ഞാൻ കൈ അങ്ങോട്ടിട്ട് നോക്കിയപ്പോൾ ആരോ അവിടെ കട്ട് ചെയ്തിട്ട് തുന്നിച്ച് ഇട്ടേക്കാണ്. എനിക്ക് നൂലിൻ്റെ അഗ്രം ഫീൽ ചെയ്യാം. അപ്പോൾ ഞാൻ ആ വ്യക്തിയുടെ കയ്യെ പിടിച്ചിങ്ങനെ വലിച്ചിട്ട് ചോദിച്ചു, എന്താ എന്നോട് ചെയ്തത്? അപ്പോൾ ആ വ്യക്തി എന്നോട് പറഞ്ഞു, നിൻ്റെ ഹൃദയം ഒന്നിനും കൊള്ളത്തില്ലായിരുന്നു, ഞാനത് കട്ട് ചെയ്ത് എടുത്ത് കളഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, എനിക്ക് മരിച്ച ഒരാളുടെ ഹൃദയമാണോ വെച്ച് തന്നത്? അപ്പോൾ അതിന് മറുപടി, ഇല്ല മകനെ, ഞാൻ എൻ്റെ ഹൃദയം നിനക്ക് തരുന്നു. കുറേ ആഴ്ചകളിലേക്ക് എനിക്ക് അതിൻ്റെ അർത്ഥം മനസ്സിലായില്ല. കർത്താവ് എനിക്ക് ഒരു പുതിയ ഹൃദയം നൽകി തന്ന് എന്നെ ആശുപത്രിയിൽ നിന്ന് 2 ആഴ്ച കഴിഞ്ഞ് പുറത്തേക്ക് നടന്നു പോകുവാൻ തക്കവണ്ണം ബലപ്പെടുത്തി ഇറക്കി വിട്ടു. ഏറ്റവും അവസാനമായി അവർ എൻ്റെ ഹാർട്ട് MRI ടെസ്റ്റ് ചെയ്തു. അതുകൂടെ കഴിഞ്ഞപ്പോൾ അവർ കൺഫേം ചെയ്തു എൻ്റെ ഹൃദയം സാധാരണഗതിയിലുള്ള ഒരു ആരോഗ്യമുള്ള ഹൃദയമാണ്, കുഴപ്പമൊന്നും പറയാനില്ല. എന്നാൽ എന്തുകൊണ്ട് ആ പ്രത്യേക സമയത്ത് എൻ്റെ ഹൃദയം നിന്നുപോയി എന്ന് അവർക്ക് പറയുവാനൊക്കത്തില്ല. അതുകൊണ്ട് കുറേ മരുന്നൊക്കെ നൽകി തന്ന് എന്നെ ഇറക്കി വിട്ടു. അങ്ങനെ ജീവിതത്തിൽ ആ താഴ്വരയുടെ അനുഭവത്തിലൂടെ ഞാൻ കടന്നുപോയപ്പോൾ ഞാൻ എന്നെ തന്നെ കാണുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. കട്ടിലേക്ക് കിടക്കുന്ന ഔട്ട് ഓഫ് ബോഡി എക്സ്പീരിയൻസ് 7 മാസക്കാലം എടുത്തു എൻ്റെ ശരീരം ഏകദേശമായി ഒരു ആരോഗ്യമുള്ള സ്ഥിതിയിലേക്ക് മടങ്ങി വരുവാൻ തക്കവണ്ണം. അതൊരു നീണ്ട പ്രക്രിയയായിരുന്നു. ഞാൻ പലപ്പോഴും ഇരുന്ന് കരഞ്ഞിട്ടുണ്ട്. എൻ്റെ കർത്താവെ, എനിക്കൊന്ന്
കുളിക്കുവാൻ തക്കവണ്ണം തന്നെ കുളിക്കുവാൻ തക്കവണ്ണം നിവൃത്തിയില്ലല്ലോ, എനിക്കതിനുള്ള ആരോഗ്യമില്ലല്ലോ. എന്നത്തേക്ക് എനിക്ക് തനിയെ ഒന്ന് ടോയ്ലറ്റിലേക്ക് പോകുവാൻ കഴിയും? ഇതൊക്കെ പറഞ്ഞ് ഞാൻ കരഞ്ഞിട്ടുണ്ട്. എൻ്റെ ശരീരത്തിൻ്റെ അവസ്ഥ എന്തായിരുന്നു എന്ന് എനിക്ക് തന്നെ പറയുവാൻ കഴിയത്തില്ല. അതുപോലെ ഒത്തിരി കാര്യങ്ങൾ, എൻ്റെ ബ്ലഡിൽ ഒത്തിരി മാറ്റം വന്നു. അതൊക്കെ മാറ്റിമറിക്കുവാനായി മറ്റ് കൃത്രിമമായ മാർഗങ്ങൾ ഉപയോഗിക്കേണ്ടതായിട്ട് വന്നു. കർത്താവ് എന്നെ വിടുവിച്ചു. എന്നാൽ ഇതിലൊക്കെ ഉപരിയായി ഇതൊക്കെ നടക്കുമ്പോൾ തന്നെ കർത്താവ് എന്നെ പടിപടിയായി വിടുവിച്ചുകൊണ്ട് ബലപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. 7 മാസത്തിന് ശേഷം എനിക്ക് ജോലിക്ക് പോകുവാൻ തക്കവണ്ണം തീർന്നു. ഇങ്ങനെ വീട്ടിൽ വന്നിട്ട് കുറേ ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ്, 2 ആഴ്ച കഴിഞ്ഞപ്പോഴാണ് എൻ്റെ ഭാര്യ പള്ളിയിൽ വായിക്കുവാനായി എഴുതിയ ഒരു പേജ്. അതിനകത്ത് അവൾ എഴുതിയിട്ടുണ്ട്, ഇങ്ങനെ 15 സ്ത്രീകൾ ഈ സംഭവത്തിൽ ഇടപെട്ടു. അപ്പോഴാണ് ഞാൻ ഈ സ്ത്രീകളുടെ കാര്യം തന്നെ അറിയുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ഭാര്യയോട് ചോദിച്ചു, നമ്മളെങ്ങനെ അവരെ കണ്ടുപിടിച്ചു? അപ്പോൾ അവൾ പറഞ്ഞു, നമ്മളവരെ കണ്ടുപിടിച്ചല്ല, അവർ നമ്മളെ കണ്ടുപിടിച്ചാ. വണ്ടി അവരുടെ മുമ്പിൽ പോയി നിന്നു. ആര് നിർത്തിയെന്ന് ഞാൻ നിങ്ങളോട് പറയേണ്ട കാര്യമില്ല. ആ സ്ത്രീകളെ കണ്ടുപിടിക്കാനായി അടുത്ത 14 മാസം പരിശ്രമിച്ചു. അവസാനം ഞാൻ വേണ്ടാന്ന് വെച്ചു. ഞാൻ പരിപൂർണമായി വിശ്വസിച്ചിരുന്നു അവർ അന്നേരത്തേക്ക് എന്നെ സഹായിപ്പാനായി ഇറങ്ങി വന്ന മാലാഖമാരായിരുന്നു എന്ന്. ഓഗസ്റ്റ് 14-ാം തീയതി അത്ഭുതകരമായി പരിശുദ്ധാത്മാവ് ഞങ്ങളെ ഹേമിച്ചിട്ട് ഞങ്ങളെ കടന്നു പോവുകയും ആ സ്ഥലത്ത് എന്നും ചെയ്യുന്നത് പോലെ കടന്നു പോകുമ്പോഴൊക്കെ പ്രാർത്ഥിക്കുന്നത് പോലെ ഞാൻ പ്രാർത്ഥിച്ചു. എൻ്റെ കർത്താവെ, ഇവിടെയാണല്ലോ, ഈ സ്പോട്ടിലാണല്ലോ നീ എന്നെ വിടുവിച്ചത്. അങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് ബോധ്യമായി. അതേ ദിവസമാണ് ബുധനാഴ്ച വൈകിട്ട് 7:45 ഞാൻ ആ ഗ്രൗണ്ടിലേക്ക് നോക്കുമ്പോൾ ആദ്യമായി 14 മാസത്തിന് ശേഷം കുറേ സ്ത്രീകൾ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുന്നു. അവരുടെ അടുത്ത് ചെന്നപ്പോൾ അവർ തന്നെയാണ് മെഡിക്കൽ ഫീൽഡിൽ അറിവുള്ളത് കൊണ്ട് അവർക്കറിയായിരുന്നു ഞാൻ തീർച്ചയായും മരിച്ചു പോകും. അതുകൊണ്ട് എനിക്ക് കൃത്രിമ ശ്വാസോച്ഛ്വാസം തന്നപ്പോൾ മരിക്കുവാൻ പോകുമെന്നറിയുമ്പോൾ അവർക്കറിയാം ഞാനൊന്ന് കണ്ണ് തുറന്നിട്ട് എന്നത്തേക്കുമായി കണ്ണടയ്ക്കും. അപ്പോൾ എൻ്റെ കയ്യെ പിടിക്കാനായി എൻ്റെ ഭാര്യ എന്തിയെന്ന് അവർ തിരക്കി. എന്നാൽ ഭാര്യ വണ്ടിക്കകത്ത് ഫ്രോസൺ ആയിരുന്നത് കാരണം എൻ്റെ മകളുടെ കയ്യിൽ പിടിപ്പിച്ച് അങ്ങനെ അവർ വെയിറ്റ് ചെയ്യുമ്പോൾ ഞാൻ മടങ്ങി വന്നില്ല. ഞാൻ ആംബുലൻസിനകത്താണ് മടങ്ങി വന്നത്. ദൈവത്തിൻ്റെ പദ്ധതികൾ വളരെ 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 വിചിത്രമായി തോന്നും. എന്നാൽ അവൻ എല്ലാത്തിനും ഒരു പ്ലാനുണ്ട്. ഞാനിങ്ങനെ 8 വർഷത്തിന് ശേഷം വന്ന് ഈ കഥ നിങ്ങളോട് പറയുമ്പോൾ ഇതിൻ്റെ പിന്നിലൊരു വലിയ ഉദ്ദേശമുണ്ട്. ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. ഒത്തിരി തവണ കാണിച്ച ഒരു കാര്യമുണ്ട്. ഒരാളോടും 2 പേരോടും 5 പേരോടും 10 പേരോടും ഒക്കെ സാക്ഷ്യം പറയുന്നത്. അങ്ങനെ സാക്ഷി പറയുവാനായി അവൻ എൻ്റെ ജീവിതത്തിൽ ചെയ്ത് മറ്റുള്ളവരോട് പോയി പറയുവാനാണ് ആ ദീർഘസമയത്തിനുള്ളിൽ ആശുപത്രി കിടക്കയിൽ അവൻ എന്നോട് പറഞ്ഞു. അതാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. അതിനോടൊപ്പം എനിക്ക് സെക്യുലർ ജോലിയുണ്ട്. എന്നാൽ കർത്താവ് എന്നെ ബലപ്പെടുത്തുന്നതിനനുസരിച്ച് ഞാൻ എൻ്റെ സാക്ഷ്യം പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നു. ഈ സാക്ഷ്യം നിങ്ങൾക്ക് പ്രയോജനപ്രദമായി തീരട്ടെ. ഞങ്ങളെ കടന്നു വന്നപ്പോൾ ആ സ്ത്രീകളെ കണ്ടുമുട്ടി അവർ വീട്ടിൽ വന്നപ്പോൾ അങ്ങനെയാണ് പത്രക്കാരും ടെലിവിഷൻകാരും ഒക്കെ ഈ വാർത്ത അറിയുന്നത്. ഇതൊരു വളരെ അസാധാരണമായ സംഭവമായതുകൊണ്ട് അവരൊക്കെ കടന്നു വന്നു. 5 തവണ ഇത് ടെലിവിഷനിൽ വരുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. ക്രിസ്ത്യൻ ചാനലുകളിൽ വരുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. പത്രത്തിൻ്റെ ഫ്രണ്ട് പേജിൽ ഇത് വലിയ ന്യൂസായിട്ട് വന്നു. ആദ്യമായി എറിൻ ഞങ്ങളുടെ വീട്ടിലേക്ക് കടക്കുമ്പോൾ അവൾ ചോദിച്ച ഒരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ, നീ എന്തുകൊണ്ട് വണ്ടി അവിടെ നിർത്തി? അപ്പം ഞാൻ അവളോട് പറഞ്ഞു, ഞങ്ങളല്ല വണ്ടി നിർത്തിയത്. ഞാൻ അവളോട് ചോദിച്ചു, എന്തുകൊണ്ട് നിങ്ങൾ ആ പ്രത്യേക സ്ഥാനം, പല സ്ഥാനങ്ങൾ കളിക്കുവാനുണ്ട്, എന്തുകൊണ്ട് നിങ്ങൾ ആ സ്ഥാനം തിരഞ്ഞെടുത്തു? എന്നുവെച്ചാൽ ബോൾ എപ്പോഴും റോഡിലേക്ക് പോകുന്ന സ്ഥാനമാണ്. അപ്പോൾ അവർക്കും ഒരു കഥ പറയുവാനുണ്ട്. എന്തുകൊണ്ട് ആ പ്രത്യേക സ്ഥാനം അവർ ഏറ്റെടുത്തു, എന്തുകൊണ്ട് ആ 7 മണിക്ക് അവർ അന്ന് ബുധനാഴ്ച അവിടെ കളിക്കുവാൻ വന്നു. ഇതെല്ലാം ദൈവം എനിക്ക് വേണ്ടി ദീർഘകാലമായി പ്ലാൻ ചെയ്യുന്ന കാര്യമായിരുന്നു. ഈ സ്ത്രീകൾ സംസ്ഥാന ഗവൺമെൻറ്റും ഗവൺമെൻറ് ഓഫ് കാനഡയും ഒക്കെ വളരെ അനുമോദിച്ച് അവർക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കുകയും അവാർഡ് കൊടുക്കുകയും ഒക്കെ ചെയ്തു. ഇവിടുത്തെ ഗവർണർക്ക് തുല്യമായ വ്യക്തി അസംബ്ലിയിലേക്ക് അവരെ വിളിച്ചു വരുത്തി ഒഫീഷ്യലായി അവർക്ക് മെഡൽ കൊടുത്തു. മറ്റ് ഒത്തിരി പുരസ്കാരങ്ങളൊക്കെ അവർക്ക് ലഭിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. എൻ്റെ ജീവിതത്തിൽ ഈ സംഭവിച്ചത് ഞാൻ മാത്രമല്ല, എൻ്റെ കുടുംബം മാത്രമല്ല, ഒത്തിരി ആൾക്കാർ കണ്ടു. മിഷാൽ ഒരു രജിസ്റ്റേർഡ് നേഴ്സാണ്. അവളാണ് തറപ്പിച്ച് പറയുന്നത് ഞാൻ മരിച്ചതായിരുന്നു. അവൾ എൻ്റെ ശരീരത്തിൽ CPR തന്നുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഒരിക്കലും മടങ്ങി വന്നില്ല, ഞാൻ മരിച്ച അവസ്ഥയിൽ തന്നെ ഇരുന്നു എന്നവൾ പറയുന്നുണ്ട്. എന്നാൽ എൻ്റെ ശരീരത്തിൽ 100 കൂടുതൽ തവണ ഷോക്ക് ലഭിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. ഇത്രയും തവണ ഷോക്ക് ലഭിച്ച ആരെങ്കിലും ലോകത്തിൽ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് തന്നെ എനിക്ക് സംശയമാണ്.
എന്നാൽ ഈ ഷോക്കിലെല്ലാം കൂടി ദൈവം ഒരു അത്ഭുതം പ്രവർത്തിച്ചു. ഹോസ്പിറ്റലിൽ ഷോക്ക് ആദ്യം 30 തവണ ഷോക്ക് തന്നെന്ന് തന്നെ പറയുമ്പോൾ സാധാരണഗതിയിൽ 5-6 ഷോക്ക് കഴിഞ്ഞ് അവർ നിർത്തേണ്ടതാണ്. ദൈവം അവിടെയൊക്കെ അത്ഭുതം പ്രവർത്തിച്ചുകൊണ്ടേയിരുന്നു. ഓരോ ഷോക്ക് കഴിഞ്ഞപ്പോഴും മടങ്ങി വരുവാനുള്ള ഒരു ടെൻഡൻസി, ഒരു സാധ്യത എൻ്റെ ഹൃദയം കാണിച്ചുകൊണ്ടേയിരുന്നു. അതുകൊണ്ട് അവർ ഷോക്ക് നിർത്തിയില്ല. ഈ 100 കൂടുതൽ ഷോക്ക് ലഭിച്ചപ്പോഴും, വീറ്റാക്ക് അറ്റാക്ക്, ഒരിക്കലും രക്ഷപ്പെടാത്ത വീറ്റാക്ക് അറ്റാക്ക് വന്നപ്പോഴും ദൈവം എന്നെ പരിപാലിച്ചു. നമ്മളെ ഓരോരുത്തരെയും പരിപാലിക്കുന്നു. സാക്ഷി പറയുവാനായിട്ടാണ് ദൈവം എൻ്റെ ജീവിതത്തിൽ വലിയ അത്ഭുതം ചെയ്തതെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ സാധാരണ ഒരു സെക്യുലർ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അനേകരോട് സാക്ഷി ഇതിനകം ഇത്രയും നാളിനിടയിൽ പറയുവാൻ തക്കൊണ്ട് എനിക്കിടയായി തീർന്നു. അക്രൈസ്തവരോടും ദൈവം ഇല്ല എന്ന് പറയുന്നവരോടും സാക്ഷി പറയുവാൻ തക്കൊണ്ട് എന്നെ കർത്താവ് ബലപ്പെടുത്തി. അവരോടൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ തന്നെയല്ല പറയുന്നത്, ഞാൻ ഇങ്ങനെ അവസ്ഥയിൽ കടന്നുപോയി. എൻ്റെ കുടുംബം മാത്രമല്ല, ആ 15 സ്ത്രീകൾ, യാതൊരു പരിചയമില്ലാത്ത 15 സ്ത്രീകൾ, ഹോസ്പിറ്റലുണ്ടായിരുന്ന ഒത്തിരി പേര്, ഇവരൊക്കെ ഇത് കാണുവാൻ തക്കോണം ഇങ്ങനെ സംഭവിച്ചു എന്ന് പറയുവാൻ തക്കോണം ഇടയായി തീർന്നു. കുറേ കാലത്തേക്ക് എനിക്ക് മനസ്സിലാകാത്ത ഒരു കാര്യമുണ്ടായിരുന്നു. എന്തുകൊണ്ട് ദൈവം എന്നോട് ഇത്ര വലിയ കരുണയും സ്നേഹവും ഇത്ര വിലമതിപ്പും ദൈവം എൻ്റെ ജീവിതത്തിൽ കണക്കാക്കി എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റാത്തതായിരുന്നു. ഒരു ദിവസം ഞാൻ ടെലിവിഷനിൽ കൂടി ഒരു മെസ്സേജ് കേട്ടു. അതെനിക്കുള്ള ദൂതായിരുന്നു. എന്താണെന്ന് വെച്ചാൽ, വലിയ പ്രശസ്തരായ ചിത്രകാരന്മാരുടെ ചിത്രങ്ങളൊക്കെ ഞാൻ നോക്കുമ്പോൾ, ചിത്രകലയെപ്പറ്റി വലിയ പരിചയമില്ലാത്തവർ നോക്കുമ്പോൾ ഇങ്ങനെ കാക്കയോ ഒക്കെ കോറിയിട്ടതുപോലെ തോന്നും, കുറേ വരകൾ. എന്നാൽ ആ ചിത്രത്തിനൊക്കെ വലിയ വിലയുണ്ട്. ഒത്തിരി മില്യൺ, ലക്ഷക്കണക്കിന്, കോടികളുടെ വിലയുള്ള ചിത്രങ്ങളാണത്. ആ ചിത്രത്തെ എങ്ങനെ വിലമതിക്കാവുന്നതാക്കി മാറ്റുന്നത് ആ ചിത്രകാരൻ്റെ ഒരു കയ്യൊപ്പ് അതിൻ്റെ ഒരു കോണിക്കുള്ളത് കൊണ്ടാണ്. ആ കയ്യൊപ്പ് അതിനെ വളരെ വിലയുള്ളതാക്കി മാറ്റുന്നത് പോലെ തന്നെ ദൈവത്തിൻ്റെ കയ്യൊപ്പ് എൻ്റെ ജീവിതത്തിലുണ്ട്, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലുണ്ട്. അതെനിക്ക് മനസ്സിലാകത്തില്ലായിരുന്നു. അമൂല്യമായ, വിലമതിക്കാൻ പറ്റാത്ത വിലയുള്ള എൻ്റെ ജീവിതത്തെ കർത്താവ് വിലയുള്ളതായി കണ്ടിട്ട്, വളരെ വിലയുള്ളതായി കണ്ടിട്ട് എൻ്റെ ജീവനെ മടക്കി തരികയും ജീവിതത്തിലേക്ക് വീണ്ടും ഇറക്കുവാൻ തക്കൊണ്ട് ഇടയായി തീർന്നു. പലപ്പോഴും നമ്മൾ കരുതും നമ്മുടെ ജീവിതം വളരെ ഞാൻ എന്തുകൊണ്ട് ജീവിക്കുന്നു, എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു, ഇങ്ങനെ പരിതാപകരമായ അവസ്ഥയിൽ എന്തുകൊണ്ടായി എന്നൊക്കെ ഞാൻ ഒത്തിരി തവണ ചിന്തിച്ചു. ഒത്തിരി പേർക്ക് കിട്ടുന്ന ഒരു ചോദ്യമാണത്. എന്നാൽ നമുക്കങ്ങനെ അമൂല്യമായ വിലയുള്ളത് കൊണ്ടാണ്, കർത്താവ് അങ്ങനെ വലിയ വില കാണുന്നത് കൊണ്ടാണ് നമ്മളെ ഇങ്ങനെ ഇപ്പോഴും ബലത്തോടെ ഇരിക്കുന്നത്. അവനെ സാക്ഷിച്ചുകൊണ്ട് ശേഷിച്ച ആയുസ് മുഴുവൻ ജീവിക്കുവാൻ തക്കണം ഞാൻ എന്നെ സമർപ്പിക്കുന്നു. ഇത് കേൾക്കുന്ന നിങ്ങൾക്ക് ഇത് അനുഗ്രഹകരമായി തീരട്ടെ. നിങ്ങളുടെ ജീവിതത്തിലെ കർത്താവ് അത്ഭുതം നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അവൻ ചെയ്യുവാൻ ശക്തനാകിയാൽ സ്തോത്രം. പ്രാർത്ഥനയുടെ ശക്തി എനിക്ക് ആദ്യമായിട്ട് ഇത്ര ശക്തിയാണെന്ന് എനിക്ക് മനസ്സിലായത് എൻ്റെ ജീവിതത്തിലെ ഈ സംഭവത്തിൽ കൂടിയാണ്. അനേകർ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, എൻ്റെ കുടുംബം പ്രാർത്ഥിച്ചു. അതിൻ്റെയൊക്കെ ഫലമായി കർത്താവ് എൻ്റെ ജീവിതത്തിൽ ഇത്ര വലിയൊരു വിടുതൽ നൽകി തരുവാൻ തക്കൊണ്ട് ഇടയായി തീർന്നു. പലപ്പോഴും നമ്മൾ കരുതുന്നു നമ്മൾ ഒറ്റയ്ക്കാണ്. എന്നാൽ കർത്താവിൻ്റെ പ്രസൻസ്, അവൻ്റെ സാമീപ്യം എന്താണ്, ദൂതന്മാരുടെ പരിപാലനം ഒക്കെ അവൻ അക്ഷരാർത്ഥത്തിൽ നമുക്ക് തന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സംഭവ പരമ്പരകളുടെ ഇടയിൽ എന്തുകൊണ്ട് ഇങ്ങനെ ആ പ്രത്യേക സ്ഥലത്ത് ഇത് സംഭവിച്ചു, എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു, എങ്ങനെ ഞങ്ങൾ അവരെ കണ്ടുമുട്ടി, ഇതൊക്കെ പ്രത്യേകമായ ദൈവത്തിൻ്റെ നിയോഗം, അവൻ്റെ നടത്തിപ്പ്, അവൻ്റെ പ്രസൻസ് മനസ്സിലാക്കുവാൻ തക്കൊണ്ട് ഇടയായി തീർന്നു. നമ്മൾ ഈ കാണുന്ന പലരിലും ഈ സംശയം കാണും. എന്നാൽ ദൈവത്തിൻ്റെ കരുതൽ, പരിപാലനം, പ്രസൻസ് നമ്മളോടുകൂടി എപ്പോഴുമുണ്ട്. അവനെ വിളിച്ചപേക്ഷിച്ചാൽ അവന് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യവുമില്ല. ഏതവസ്ഥയായിരുന്നാലും അവന് വിടുവിക്കുവാൻ തക്കവണ്ണം കഴിയും. ഇത് കാണുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ സംഭവിക്കുമാറാകട്ടെ. കർത്താവ് ഈ വചനങ്ങളാൽ നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കും.